ഈ വാക്ക് പറയുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത്? എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഷാഫി പറമ്പിലിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വനിതകളെ ലൈംഗിക അതിക്രമം നടത്തി അതിൻ്റെ വോയിസ് എല്ലാം ഈ ലോകമാകെ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഗൗരവതരമായ ഒരു ആരോപണം നിലനിൽക്കുകയാണ്. ഇപ്പോഴും അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനൊരു മറുപടിയും വ്യക്തമായി എവിടെയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം വിശ്വസിക്കുന്നത് ആ വോയിസ് ക്ലിപ്പ് വസ്തുതയാണ് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഭാഗമായി ചോദിച്ചത്, ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ജനപ്രതിനിധി രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഷാഫി പറമ്പിൽ പറയില്ല. ഷാഫി പറമ്പിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം, KPCCയുടെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ്. VD സതീശൻ്റെ വാക്കുകൾക്ക് പഴയ ചാക്കിൻ്റെ വില പോലുമില്ല. കാരണം VD സതീശൻ മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞത്, ഇയാളെക്കാളും ഇയാളെ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി MLA ആക്കിയ ഹെഡ്മാഷ് ഉണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഹെഡ്മാഷ് ഇയാളെയും വെല്ലുന്ന തരത്തിലാണ് അയാളുടെ പ്രവൃത്തി. കണ്ട ആളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിന് വിളിക്കും എന്നത് പറഞ്ഞു. അതിന് അദ്ദേഹം നിഷേധിച്ചോ? നിഷേധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പത്രമാധ്യമങ്ങളോട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ പറഞ്ഞത് അധിക്ഷേപം നടത്തുന്നു. ഈ 2024 ഞാൻ അജണ്ട ഇതാണോ? ഈ വാക്ക് പറയുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത്? എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഷാഫി പറമ്പിലിൻ്റെ പേരേ പരാമർശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ്മാഷ് ഇതിൻ്റെ അപ്പുറമാണ്. ഹെഡ്മാഷ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകൾ. പിന്നെ ഇത്തരം ആക്ഷേപങ്ങളും ഇത്തരം അളിഞ്ഞ സാധനങ്ങളുമല്ല കേരളത്തിലെ രാഷ്ട്രീയ ഇഷ്യൂ. കേരളത്തിലെ ഇന്നത്തെ ജനജീവിതത്തിലുണ്ടായിട്ടുള്ള വികസന മാതൃക, വികസനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ജീവിതത്തിലെ മാറ്റം, അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാതെ അതായത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആരോപിച്ചോ. ഞാൻ ഹെഡ്മാഷ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഷാഫി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളാണ് ഷാഫി എന്ന് പറഞ്ഞത്. നിങ്ങൾ ഷാഫിയുടെ പോയി മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് വ്യക്തിപരമായ അധിക്ഷേപമെന്നാണ്. അപ്പോൾ രണ്ട് കാര്യം ഇതിൽ വ്യക്തമായി. മാധ്യമങ്ങൾക്ക് ഹെഡ്മാഷ് എന്ന് പറയുന്നത് ഷാഫിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചു. ഷാഫി ആണെങ്കിൽ അതിന് ശരിവെക്കും വിധം ഇത് വ്യക്തിപരമായ ആക്ഷേപമാണെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഇനി പേര് പറയേണ്ട കാര്യമുണ്ടോ?